നായ്ക്കളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് മുതിരപ്പീടിക മറിയുമ്മ, പരുത്തിക്കുന്നൻ ഷെഹർ ബാനു എന്നിവരുടെ 4 ആടുകളെയാണ് കടിച്ചുകൊന്നത്. പുലർച്ചെ 3:30ഓടെയാണ് സംഭവം. വീടിനോട് ചേർന്നുള്ള മറിയുമ്മയുടെ ആട്ടിൻകൂട് പൊളിച്ചാണ് ആടുകളെ കൊന്നത്. ആടുകളെ കടിച്ചു കീറിയ അവസ്ഥയിലാണ്. മറിയുമ്മയുടെ 3 ആടുകളെയാണ് കൊന്നത്. 7 ആടുകളാണ് ഉണ്ടായിരുന്നത്. മറിയുമ്മയുടെ പ്രധാന വരുമാനമാണ് ആടുവളർത്തൽ. രണ്ടാമത്താണ് രണ്ടാമട്ടം വന്നത്. ഓലൊക്കെ എല്ലാവരും പാടെ കൂടി 3:30 സമയത്താണ് നമ്മൾ ചെന്നപ്പോത്തിന് രണ്ടിനെയും പുറത്ത് കിട്ടിക്കണ്, ചത്തും ചെയ്തിക്കണ്. കൂട്ടമായി വന്ന് ഓനെ മയത്തേക്ക് എടുത്തു പറഞ്ഞു. വടി എടുത്ത് കണ്ടാണ് ചെന്നത്. രണ്ടാളി മിഞ്ഞാന്ന് ഒരാളെയായിട്ട് 3 ആടുകളെ പിടിച്ച് കുറേ കൂട്ടം വരികയാണ്. എന്താ പാലില്ല ആടുകളായതുകൊണ്ടാണ്. വിഷമം പറയല്ല. അപ്പം എന്താ കാട്ടുക? നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമല്ലാതെ. പരുത്തിക്കുന്നൻ ഷഹർബാനുവിന്റെ ഗർഭിണിയായ ആടിനെ ഞായറാഴ്ചയാണ് കടിച്ചു കൊന്നത്. ഇവിടെ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. തെരുവ് നായ്ക്കളെ ഓടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ മറിയുമ്മയുടെയും മകന്റെയും നേരെ തെരുവ് നായ്ക്കൾ തിരിയുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 3-ാം വാർഡിൽ പാറേക്കാട് പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് താറാവുകളെ കൊന്നത്. വാർത്തയൊക്കെ ആയതാണ്. ഒരു 10-60 താറാവുകളെയാണ് കൂട്ടിൽ കയറിക്കൊണ്ട് ആക്രമിച്ചത്. തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി ആക്രമിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്ത് പാറേക്കാട് ഈ മേഖലയിലുള്ള ആട്ടിൻകൂട്ടിൽ കയറിക്കൊണ്ടാണ് തെരുവ് നായക്കൂട്ടം ആക്രമിച്ച് ഇന്ന് 2 ആടുകളും ഇന്നലെ 2 എണ്ണം, അങ്ങനെ 4 ആടുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ സൗണ്ട് കേട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ തിരിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ തെരുവ് നായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ട്. ഈ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പേയിളകിയിട്ടുള്ള തെരുവുനായ്ക്കളൊക്കെ ഇതിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാനും അവരെ മറ്റു മാർഗങ്ങളിലേക്ക് കടത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി പഞ്ചായത്തും അതുപോലെ തന്നെ അതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.